ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവ ചേർത്ത് കൊടുക്കുക. അവ ഒന്ന് മൂക്കുന്നവരെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, 2 മീഡിയം സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് വഴറ്റി കൊടുക്കുക. സവാള ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല, ഒരു ട്രാൻസ്പെറൻറ്റ് ഫോം ആവുന്നവരെ വഴറ്റി കൊടുക്കുക. എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഞാനിവിടെ ഒരു 15 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് പൊടിച്ചെടുക്കുക. വെള്ളമൊഴിച്ച് അരയ്ക്കുകയല്ല, അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വഴറ്റിയ ഉള്ളിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കുക. ഞാൻ 2 മീഡിയം പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് അധികം കനം കുറച്ചിട്ടോ കനം കൂട്ടിയിട്ടോ അല്ലാതെ ആണ് കട്ട് ചെയ്തിട്ടുള്ളത്. കാരണം അത് കറിയിൽ വെന്ത് കലങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പൊട്ടറ്റോ വെന്ത് കലങ്ങിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റാണ് കറിക്കുണ്ടാവുക. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പൊട്ടറ്റോ ഇങ്ങനെ മുറിക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, അത് ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുക്കുക. അര ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കുക. ചിക്കൻ വെന്ത് വരുമ്പോൾ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. കുതിർത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. ഞാനൊരു 20 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുമ്പ് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചു. ചിക്കൻ വെന്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടറ്റോ പൊടിഞ്ഞു പോവാതെ നോക്കണം.
അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടച്ചു വയ്ക്കുക. ചെറുതായി തിള വരുന്നത് വരെ അടച്ചു വയ്ക്കുക. തിള വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മല്ലിയില, കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കുക. ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി കൂടുതലായാൽ കറിയുടെ കളറ് മാറും. സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുക. ഈസി ചിക്കൻ കുറുമ റെഡി.